I am Sana Nasir and welcome back to my channel. വായിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോ പണ്ട് മുതലേ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ബുക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, അയ്യോ എനിക്കും ചെയ്യണം, ഞാൻ വായിച്ച പുസ്തകത്തിനൊക്കെ കുറിച്ച് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എനിക്കും ചെയ്യണമെന്ന് എൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അത്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോവാണ് ഞാൻ. ഇന്നത്തെ വീഡിയോ എൻ്റെ ആദ്യത്തെ ബുക്ക് റിവ്യൂ വീഡിയോ ആണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മാസം ഞാൻ വായിച്ച പുസ്തകത്തെ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താം ആൻഡ് അതിൻ്റെ ഒരു കുട്ടി റിവ്യൂവും കൂടെയാണ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആൻഡ് ഞാൻ അതുപോലെ റിവ്യൂ ഒന്നും മുന്നേ ചെയ്തിട്ടില്ല. സോ ദർ വിൽ ബി മിസ്റ്റേക്സ്, ഐ ഡോണ്ട് നോ. സോ ഇഫ് ദർ ഈസ് ഫോർഗിവ് മീ. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഓക്കെ, സോ വിതൗട്ട് ഫർദർ ado നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ജൂലൈയിൽ ഞാൻ മൊത്തം 4 പുസ്തകമാണ് വായിച്ചത്. ആൻഡ് ആ 4 പുസ്തകവും ഞാൻ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് വായിച്ചത്. ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആണ് എനിക്ക് ശരിക്കും ഒരുപാട് നാളത്തിന് ശേഷം എൻ്റെ റീഡിങ് സ്ലംബെന്ന് മാറി നന്നായിട്ട് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ 4 പുസ്തകങ്ങൾ ഇതാണ്. ആ 4 പുസ്തകങ്ങൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Tuesdays with Morrie by Mish Albom. It is a #1 international bestseller. ഇത് ഒരു മെമ്മോയറാണ്. മെമ്മോയർ മീൻസ് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്, ഓതറിൻ്റെ ഓർമ്മക്കുറിപ്പ് പോലെയുള്ള ഒരു പുസ്തകമാണ്. സോ ഇതിൽ മിഷ് ആൽബം എന്ന് പറയുന്ന നമ്മുടെ ഓതർ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്രൊഫസറായിട്ടുള്ള മോറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിട്ട് ഉള്ള കോൺവെർസേഷൻസ് ആണ് ഈ പുസ്തകത്തിൽ ഫുള്ളുള്ളത്. സോ ഈ മോറി അദ്ദേഹത്തിന് അമിയോട്രോഫിക് ലാറ്ററൽ സ്ലെറോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുകയും അദ്ദേഹം ഇനി വളരെ കുറച്ച് കാലം ജീവിച്ചിരിക്കുള്ളൂ എന്നറിഞ്ഞ സമയത്ത് മോറി എന്ത് ചെയ്തു, അത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ആ കുറച്ച് കാലം അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ അതൊന്നും ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണ് കുറേ കാലത്തിന് ശേഷം പ്രൊഫസറിനായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത മിഷ് ആൽബം വീണ്ടും പ്രൊഫസറിനെ കാണാൻ ഇടയാവുന്നത്. അങ്ങനെ അദ്ദേഹം പ്രൊഫസറിൻ്റെ അടുത്ത് പോവുകയാണ്. സോ അങ്ങനെ എല്ലാ ട്യൂസ്ഡേയ്സും, അങ്ങനെയാണ് ഈ പുസ്തകത്തിന് ആ പേര് വന്നിട്ടുള്ളത്, എല്ലാ ട്യൂസ്ഡേയും നമ്മളുടെ മിഷ് ആൽബം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റ് എടുത്ത് നമ്മളുടെ മോറിയുടെ അടുത്ത് വന്നിട്ട് എല്ലാ ട്യൂസ്ഡേയ്സും ദേ സ്പെൻഡ് ടൈം ടുഗെദർ. അപ്പോൾ ഈ സമയത്ത് ഈ പ്രൊഫസർ എന്ത് ചെയ്യും, മോറിക്ക് ഒരുപാട് ലൈഫിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റത്തെ ലെക്ചർ ആർക്ക് എടുത്തു കൊടുക്കും, എല്ലാ ട്യൂസ്ഡേയ്സിലും മിഷൻ എടുത്തു കൊടുക്കും. സോ ഈ ലെസൺസിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസൺസ് അബൌട്ട് ലൈഫ്, ഹ്യൂമൻ കണക്ഷൻസ്, ഫൈൻഡിങ് പർപ്പസ് ഇൻ ലൈഫ്. അങ്ങനെ ഭയങ്കര നമ്മളെല്ലാവരും അറിഞ്ഞേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ആണ് മോറി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. സോ ദ പ്രോബ്ലം വിത്ത് ALS ഡിസീസിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. അത് നമ്മളുടെ നെർവ്സിനെയും മസിൽസിനെയും ബാധിക്കുക. സോ ആ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളുടെ മസിൽസിൻ്റെ പവർ കുറഞ്ഞ് മസിൽസ് വീക്കാവും. സോ മെല്ലെ മെല്ലെ നമുക്ക് നടക്കാനും കൈ അനക്കാനും നമുക്ക് മൂവ് ചെയ്യാനുള്ള നമ്മളുടെ ശേഷി നഷ്ടപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ നെർവ് കണക്ഷൻ വിട്ടുപോകും, നമുക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. ആൻഡ് ഫൈനലി നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ബെഡ്രിഡനായിട്ട് മരിക്കാറാണ് പതിവ്. പക്ഷേങ്കിൽ നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്സിന് ALS ഡിസീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹീ ലിവ്ഡ് 50 years വിത്ത് ദിസ് ഡിസീസ് ആൻഡ് ഹീ വാസ് സച്ച് എ ലെജൻഡറി മാൻ. അതുപോലെ പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ലൂ ഗെഹ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ലെജൻഡറി ബേസ്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ALS ഡിസീസ് വന്നിട്ട് 2 years അദ്ദേഹം ജീവിച്ചുള്ളൂ. അതിനുശേഷമാണ് ഈ ALS അമിയോട്രോഫിക് ലാറ്ററൽ സ്ലെറോസിസ് എന്ന് പറയുന്ന അസുഖത്തിന് ലൂ ഗെഹ്റിക് ഡിസീസ് എന്നുള്ള പേരും കൂടെ ഉണ്ട്. അപ്പോൾ മോറിക്ക് അസുഖം വന്നതിന് ശേഷം മോറി
നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചിന്തിക്കാം. ലൈക്ക് നമ്മൾ കുറച്ചാൽ ഇന്ന് ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ വിഷമിച്ച് ഒന്നും ചെയ്യാണ്ട് നേരത്തെ അസുഖം ബാധിച്ച ആളെ പോലെ ജീവിക്കാം. അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം നമുക്ക് ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. സോ മോറി ഞാൻ രണ്ടാമത്തെ പറഞ്ഞ രീതിയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ മരിക്കുന്ന സമയം വരെയും ഹി ലിവ്ഡ് വിത്ത് പേർപ്പസ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന ലെസൺസ് ആണ് ഈ ബുക്ക് മുഴുവനും. സോ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർട്ട് ടച്ചിങ്. സിമ്പിളായിട്ട് ബട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി റൈറ്റിംഗ് ആണ്. ഇതുവരെ വായിക്കാത്ത ആളുകൾക്കും വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. സോ നിങ്ങൾ വായിച്ചിട്ടില്ല ബട്ട് വാണ്ടഡ് ടു സ്റ്റാർട്ട് റീഡിങ് ആൻഡ് ലുക്കിംഗ് ഫോർ എ ബുക്ക്, ദിസ് വിൽ ബി എ നൈസ് ഓപ്ഷൻ. കാരണം സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളതാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓൾസോ. ആൻഡ് ഇത് നിങ്ങൾക്ക് വായനയോടൊരു ഇഷ്ടം ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഐ പേഴ്സണലി റെക്കമെൻഡ് ദിസ് ബുക്ക് ടു എവറിബഡി. ഐ ഗിവ് ദിസ് എ 5 out of 5. കാരണം സച്ച് എ നൈസ് ബുക്ക്. ഞാനിത് വായിച്ച് കരഞ്ഞു. ഐ ഓൾവേസ് ക്രൈ നല്ല പുസ്തകം വായിച്ചാൽ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഐ റിയലി ലൈക്ക് ദിസ്. ഞാൻ എങ്ങനെയാണോ ഈ പുസ്തകം ഉണ്ടാവുമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ആയിട്ടുണ്ട്. സോ ഐ റെക്കമെൻഡ് ദിസ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ട്രൈ റീഡിങ് ദിസ്. സോ സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബൈ നിമ്ന വിജയ്. ഒത്തിരി പേര് ചിലപ്പോൾ ഈ പുസ്തകത്തെ പറ്റി ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഈ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം എൻ്റെ ഹോസ്റ്റൽ മേറ്റിൻ്റെ റൂമിൽ പോയപ്പോൾ അവിടെ ഈ പുസ്തകം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നു. എന്താ പറയുക, വായിച്ചു തുടങ്ങിയപ്പോൾ അതെനിക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ ഇരിപ്പിന് ഇത് കംപ്ലീറ്റ് ചെയ്തു. സച്ച് എ നൈസ് ബുക്ക്. ഈ പേര് തന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അത് നിങ്ങൾക്കത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് നെയിം കെയിം ഹിയർ. ആൻഡ് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ല രസമായിട്ടാണ്. അത് ഒത്തിരി ഫേമസ് ആണ്. അതായത് നിങ്ങളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ സ്വന്തം പേര് എഴുതും. ഒത്തിരി പേര് സ്വന്തം കുറിച്ച് ആലോചിക്കാറില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ ഇടയിൽ നമ്മൾ ഒരാളായിട്ട് നമ്മൾ കൂട്ടാറേ ഇല്ല. അപ്പം അങ്ങനെ ഒരു കുറിപ്പ് കൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് അതിഥി ബാംഗ്ലൂരിലോട്ട് ജോലി ചെയ്യാൻ പോവുകയും അങ്ങനെ അവിടുന്ന് അവൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും അവളുടെ ലൈഫിൽ ഭയങ്കര ഒരു വലിയ മാറ്റം സംഭവിക്കുന്നതും, അങ്ങനെ സ്വന്തത്തെ അറിയാതെ ഇരുന്ന ഒരു വ്യക്തി അറ്റ് ലാസ്റ്റ് സ്വന്തത്തെ അറിഞ്ഞ് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവസാനിക്കുന്ന ഒരു പുസ്തകമാണിത്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. പിന്നെ ഇത് വായിക്കുമ്പോൾ ഐ ഫെൽ ലൈക്ക് എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് എന്നോട് കഥ പറയുന്നത് പോലെ. അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. വളരെ രസമായിട്ട് നമുക്ക് വായിച്ചിരിക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങളെ വളരെ എന്താ പറയുക, കോൺവെർസേഷൻസിലായിക്കോട്ടെ റൈറ്റിങ്സിലായിക്കോട്ടെ വളരെ ഇതായിട്ട് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും വായിക്കുമ്പോൾ. ആൻഡ് വി തിങ്ക്, നമ്മളത് വായന നിർത്തി കുറച്ച് നേരം ആലോചിക്കും അബൌട്ട് വാട്ട് ഷീ ജസ്റ്റ് സെഡ്. എസ്പെഷ്യലി വുമൻസിന് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഒരിക്കലെങ്കിലും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വുമൻസിന് മേ ബി ദിസ് വിൽ കണക്ട് ഓൺ എ ഇമോഷണൽ ലെവൽ. എനിക്ക് അങ്ങനെയാണ് അത് തോന്നിയത്. സച്ച് എ വെരി നൈസ് ബുക്ക്. ദിസ് ഈസ് ഓൾസോ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ വായിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെയുള്ളവർക്ക് ഇത് വായിക്കാം. വായനയോട് ഇഷ്ടം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകം തന്നെയാണിത്. ഐ വിൽ ഓൾസോ ഹൈലി റെക്കമെൻഡ് ദിസ്. അപ്പോൾ ദാറ്റ് ഈസ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബൈ നിമ്ന വിജയ്. സച്ച് എ നൈസ് ബുക്ക്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദ നെക്സ്റ്റ് ബുക്ക് ഈസ് യുവദാസിൻ്റെ സുവിശേഷം ബൈ K.R. Meera. Personally, I'm a big fan of K.R. Meera's writing, especially Ghadagan, Arachar and Netroonmilanam. Those are my favorites. And such a powerful writer she is. അപ്പോൾ പക്ഷെ എനിക്ക് ഈ പുസ്തകം അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൽ ആസ് യു നോ, മീരേൻ്റെ ബുക്ക് വായിച്ച ആളുകൾക്ക് അറിയാമായിരിക്കും. മീര ഓൾവേസ് ഇൻക്ലൂഡ് എ പൊളിറ്റിക്കൽ ആസ്പെക്ട് ഇൻ ഹർ ബുക്സ്. അത് ഹർ റൈറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും ഒരു വിഷയത്തെ അതിൽ ഉള്ളിലുണ്ടാവും. വി ക്യാൻ റൈഡ് ഇറ്റ് വിത്തിൻ ദ ലൈൻസ്.
അപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മളുടെ എമർജൻസി അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് കക്കയത്തുണ്ടായിരുന്ന പോലീസ് ക്യാമ്പ്, കക്കയം പോലീസ് ക്യാമ്പ് ഒരു ഡിറ്റൻഷൻ സെൻ്ററായിട്ട് ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ദാറ്റ്. അപ്പോൾ ഭയങ്കരമായിട്ട് ക്രൂരമായി നമ്മളുടെ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്ന ആളുകളെയും അപ്പോസിഷൻ ലീഡേഴ്സ്, അതുപോലെ യൂണിയൻ അംഗങ്ങൾ, അതുപോലെ സ്റ്റുഡൻസ്, ആരാണോ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത് അവരെ കൊണ്ടിട്ട് ഭയങ്കര ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന ഒരു ഡിറ്റൻഷൻ സെൻ്റർ ആയിരുന്നു. ഒരു പോലീസ് ക്യാമ്പായിരുന്നു കക്കയത്ത്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഇഷ്യൂസുമായി ബേസ് ചെയ്തിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പോലീസ് നെക്സലൈറ്റ് ഒരു കണക്ഷൻ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവിടുന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹത്തിൻ്റെ ഫീലിങ്സും അങ്ങനെയുള്ളൊരു പുസ്തകമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന അനീതികളെ കുറിച്ച് ഒരു ഭയങ്കര ഇതിന്ന് കിട്ടുന്നുണ്ട്. ബട്ട് ഒരു ബിഗിനർ ആണെങ്കിൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ആസ് വിത്ത് മീരാസ് ബുക്സ്, മീരയുടെ ഒട്ടും എനിക്ക് എല്ലാ പുസ്തകവും ദഹിക്കാൻ കുറച്ച് കട്ടിയുള്ളതാണ്. സോ ബിഗിനേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് വായിച്ചൊരു ഇൻ്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ ഓക്കെ. അതുപോലെ ഈ കക്കായത്തെ ക്യാമ്പിന് നമ്മൾ ആൻഡമാൻ നിക്കോബാറിലുള്ള കാലാപാനി ജയിലുണ്ടല്ലോ, അതിൻ്റെ ഒരു മിനി ആൻഡമാൻ എന്നുള്ള പേരും കൂടെ ഈ കക്കയം ക്യാമ്പിനുണ്ട്. ബിക്കോസ് ഈ രണ്ട് ക്യാമ്പും ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട്. സോ അത്രയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. കുഴപ്പമില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ബിഗിനേഴ്സിന് ഐ ഡോണ്ട് റെക്കമെൻഡ്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഓക്കെ. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ബുക്ക് ഈസ് The Forest of Enchantment by Chitra Banerjee Divakaruni. So I don't know how many of you noticed, look at this cover page, so beautiful. എനിക്ക് എന്താ അത്ര ഇഷ്ടപ്പെട്ടു. All of Chitra Banerjee's books have this beautiful cover pages. സോ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഓൾസോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഹോസ്റ്റൽ പറ്റുന്ന എനിക്ക് കിട്ടിയതാണ്. ആൻഡ് ഇത് രാമായണം സീതയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആൻഡ് രാമായണം സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയുന്ന സ്റ്റോറി ആണെങ്കിൽ കൂടെ ഇത് വായിച്ചു തുടങ്ങിയാൽ വി കനോട്ട് പുട്ട് ഇറ്റ് ഡൗൺ. അത്രയും രസമായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഹർ റൈറ്റിംഗ്, അങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുള്ളി റിട്ടൺ. നമുക്ക് എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. റൈറ്റിംഗ് സ്കിൽ ഇസ് ഹൈലി അപ്രീഷിയേറ്റബിൾ. അതുകൊണ്ട് തന്നെ നമുക്കിത് നിലത്ത് വെക്കാൻ തോന്നില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീതയുടെ പെർസ്പെക്റ്റീവ് എന്നാണല്ലോ സ്റ്റോറി പറയുന്നത്. സോ സീതയുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഇതൊക്കെ നമുക്ക് നമ്മുടേതായിട്ട് ഫീൽ ചെയ്യും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഇത് വായിച്ച് ഞാൻ കരഞ്ഞായിരുന്നു. കാരണം വി നോ വാട്ട് ഹാപ്പൻസ് ടു സീത അറ്റ് ലാസ്റ്റ് ആൻഡ് ഓൾ. ബട്ട് നമുക്കിത് വായിക്കുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. നിങ്ങൾക്ക് എല്ലാവരും കഥ അറിയാതെ എനിക്കറിയാം, എന്നാലും വായിക്കണം, അതൊരു രസമാണ് ഇത് വായിക്കാൻ. പിന്നെ എന്താ, കുറച്ച് കട്ടിയുണ്ട് ഇത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 360 പേജുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് വായിക്കാവുന്നേ ഉള്ളൂ. ഐ സി ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഈസി ഇംഗ്ലീഷ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. കുറച്ച് കഥ അറിയാവുന്നത് കൊണ്ടും പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. സച്ച് എ നൈസ് ബുക്ക്. ഐ ഓൾസോ റെക്കമെൻഡ് ദിസ്. ഇതിനും ഞാനൊരു 5 out of 5 കൊടുക്കും. റൈറ്റിംഗ് സ്കില്ല് അടിപൊളി, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും വായിക്കാനും പുസ്തകത്തെക്കുറിച്ച് അറിയാനൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ബട്ട് ഇതുവരെ പുസ്തകം വായിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഐ നോ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് വായനാശീലമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തിരി കുറച്ച് കഷ്ടമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. അപ്പോൾ മെല്ലെ ചെറുതായിട്ടെങ്കിലും വായിച്ചു തുടങ്ങണമെന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം പുസ്തകം വായിക്കാത്ത ആളുകളോട് ഐ ഫീൽ അയ്യോ പാവം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ദേ ആർ മിസ്സിങ് ഔട്ട് ഓൺ സോ മെനി തിങ്സ്. ആ പുസ്തകത്തിനോട് വായിച്ചാൽ കിട്ടുന്ന ഒരു ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. അത് അവർക്ക് മിസ്സാവുന്നുണ്ട്. ആൻഡ് അതങ്ങനെ മിസ്സാവേണ്ടതൊന്നല്ല. എവരിവൺ ഷുഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിക്കാൻ
ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ടേക്ക് സിമ്പിൾ സ്റ്റെപ്സ് ടു സ്റ്റാർട്ട് റീഡിങ്. ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു റീഡ് എ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഒത്തിരി പേര് എനിക്ക് പുസ്തകത്തിനെ കുറിച്ച് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്, ഏത് പുസ്തകം വായിക്കേണ്ടത്, റെക്കമെൻഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായെന്ന് എന്നോട് പറയണം. പിന്നെ ഈ പറഞ്ഞതെല്ലാതും ഇറ്റ്സ് മൈ വെരി ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ബിക്കോസ് നമ്മൾക്ക് ഒരു പുസ്തകം ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ പേഴ്സണൽ ഐഡിയോളജീസ്, വ്യൂസ് എല്ലാം വെച്ചിട്ടാണ്. സോ ദിസ് ഈസ് മൈ ഓൺ ഒപ്പീനിയൻ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് വിട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പുസ്തകം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ റീഡിങ് ദാറ്റ്. എന്നിട്ട് എന്നോട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും പുസ്തകം ഈ മാസം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ ഐ ക്യാൻ ഓൾസോ നോ വാട്ട് യു ഗൈസ് ആർ റീഡിങ് റൈറ്റ് നൗ. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. സോ അത്രയേ ഉള്ളൂ. ഇനി എല്ലാ മാസവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദാറ്റ് ടു. സോ അത്രയേ ഉള്ളൂ. Let's meet with another video. Bye bye. Thank you for watching.